പ്രഗ്നൻസി കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ധന്വന്തരം കുഴമ്പാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഫേസ് നല്ല ഗ്ലോ ഉണ്ടായി. ഫസ്റ്റ് പൊക്കിൾ കൊടി വിട്ടിട്ടേ കുളിപ്പിക്കാൻ പാടുള്ളൂ. ഒരു ടബ് ബേസിൻ എടുത്തിട്ട് അതിൽ ഉപ്പ് വെള്ളം ഇട്ടിട്ട് നമ്മൾ അതിൽ ഇരിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനിത് കുറേ നാളായി ചെയ്യണോ ചെയ്യണ്ടോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു റിക്വസ്റ്റ് കൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, പ്രസവരക്ഷയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി കെയർ അതിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് എൻ്റെ ഡെലിവറി സ്റ്റോറി അറിയുന്നുണ്ടാവും. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് പോയി കാണുക. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ്, ഡെലിവറി, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും എൻ്റെ ഒരു വെജൈനൽ ഡെലിവറി ആയിരുന്നു. എനിക്ക് അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറി ടൈമിൽ. ഈവൻ പോസ്റ്റ് ഡെലിവറി വീട്ടിലെത്തുന്നവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് സേഫ് ആൻഡ് ഹാപ്പി. ലൈക്ക് ഞാൻ മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നടക്കുക, ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനത്തെ ലൈക്ക് ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് മെയിൻലി കുറച്ച് അതുകൊണ്ട് തന്നെ പ്രസവരക്ഷ ലൈക്ക് ഫസ്റ്റ് കുറച്ച് ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഈ വെജൈനൽ ഡെലിവറി ആണെങ്കിൽ ഒരു 7 days കഴിഞ്ഞു, സിസേറിയൻ ആണെങ്കിൽ ഒരു 14 days കഴിഞ്ഞുമാണ് എന്തെങ്കിലും പ്രസവരക്ഷയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ ഒരു റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ഞാനിവിടെ ആലുവയിലുള്ള അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു സർവീസ് എടുത്തായിരുന്നു. അതായത് നമ്മളെ കുട്ടീനെയും അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഡെലിവറി. അപ്പോൾ അങ്ങനെ പല പല പാക്കേജസ് ഉണ്ട് കേട്ടോ. ട്വിൻസിനാണെങ്കിൽ വേറെ പാക്കേജാണ്. പിന്നെ ഡെലിവറി മാത്രമല്ല, ഇപ്പോൾ വയ്യാതെ ഇരിക്കുന്ന ഹോം നേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ വീട്ടിൽ നോക്കാൻ, ജോലിക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് പല പല പാക്കേജസിൽ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു 38 days ഒരു പാക്കേജാണ് എടുത്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരാളെ അയച്ചിരുന്നു. അപ്പോൾ ആ ആൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ ദിവസം തൊട്ടിട്ട് ഒരു 38 days ആൾ ഉണ്ടായിരുന്നു. ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി പ്രസവരക്ഷയുടെ മെയിൻ കാര്യങ്ങൾ, ഞങ്ങൾ ആദ്യം ഒരു ആയുർവേദ, ഇപ്പോഴത്തെ ട്രെൻഡാണ് ആയുർവേദ പാക്കേജസ്, അതെടുക്കണം എന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതെടുക്കുകയും ചെയ്തിരുന്നു, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ വഴിയെ പറയാം. അപ്പം ഞാൻ ഫസ്റ്റ് വീട്ടിലെ ചേച്ചി ഉണ്ടായിരുന്നു, സീന ചേച്ചി എന്നായിരുന്നു പേര്. ആള് വേദുകുളി എല്ലാം ലൈക്ക് അതിനിപ്പോൾ നമുക്ക് ആ ഒരു പാക്കറ്റോടെ തന്നെ കിട്ടും. അപ്പോൾ അത് ആയുർവേദ ഷോപ്സിലൊക്കെ കിട്ടും തോന്നുന്നു. അതുകൊണ്ട് തലേദിവസം രാത്രി നല്ല ചൂട് വെള്ളം തിളപ്പിച്ച് അതിൽ കുഴിയിട്ട് വെച്ച് രാവിലെ എനിക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ധന്വന്തരം കുഴമ്പാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ധന്വന്തരം കുഴമ്പും മഞ്ഞളും, പച്ചമഞ്ഞൾ അരച്ചതും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദേഹത്തെല്ലാം തേച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക. മുഖത്തും എല്ലാം തേച്ച്, മുഖത്ത് എനിക്ക് തോന്നുന്നു ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളും പാലിൻ്റെ പാട അതും എടുത്തിട്ടായിരുന്നു മിക്സ് ചെയ്ത് തേച്ചിരുന്നത് കേട്ടോ. നല്ലതായിരുന്നു ആക്ച്വലി. എൻ്റെ ഫേസ് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ ചെറിയ പിമ്പിൾസ് അങ്ങനത്തെ ഇതെല്ലാം പോയിരുന്നു. ആക്ച്വലി എനിക്കൊരു 28 ആയപ്പം എൻ്റെ ഫേസ് നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നല്ലതാണ് കേട്ടോ. സ്കിൻ കെയർ ചെയ്യുന്നവർ നല്ലതാണ്. എനിക്കതൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ്, പക്ഷേ ഇതിലൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ചേച്ചി തന്നെയാണ് കുളിപ്പിച്ചിരുന്നത്. പിന്നെ വാവേനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ജനിച്ച് കഴിഞ്ഞ് 2-3 daysനുള്ളിലൊക്കെ കുളിപ്പിച്ച് തുടങ്ങും. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയും ഫസ്റ്റ് പൊക്കിൾ കൊടി വിട്ടിട്ടേ കുളിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെയും നമ്മൾ നോക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണം, അവിടെ വെള്ളമൊന്നും കയറാതെ, അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ വാവേനെ ഞങ്ങളൊരു 14 days കഴിഞ്ഞിട്ടാണ് വൈപ്പ് ചെയ്തെടുക്കുമായിരുന്നു, ബട്ട് പ്രോപ്പർലി കുളിപ്പിച്ചത് അതിന് ശേഷമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇടയ്ക്ക് ഡോക്ടർ കൺസൾട്ടേഷൻസ് ഉണ്ടാകുമ്പോൾ പൊക്കിൾ കൊടിയുടെ അവിടെ ചെറിയ വെള്ളം മാതിരി ഉണ്ട്, അപ്പം ഇനി കുളിപ്പിക്കേണ്ട. അപ്പം മിക്സ്ഡ് ആയിട്ടായിരുന്നു. അവനെ അങ്ങനെ അധികം ചേച്ചിയുള്ളപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ കുളിപ്പിച്ച് എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എന്നെ നന്നായി കുളിപ്പിച്ചായിരുന്നു. പിന്നെ മെയിൻലി കുളിപ്പിക്കൽ, അത് കഴിഞ്ഞ് സ്ലിറ്റ്സ് ബാത്ത് ചെയ്തിരുന്നു. കാരണം വെജൈനൽ ഡെലിവറി ആയതുകൊണ്ട് അവിടെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഉപ്പ് ഒരു
ടബ് ബേസിൻ എടുത്തിട്ട് അതിൽ ഉപ്പ് വെള്ളം ഇട്ടിട്ട് നമ്മൾ അതിൽ ഇരിക്കുക. അപ്പോൾ ആ സ്റ്റിച്ച് ഒന്ന് തന്നെ വിട്ടുപോകാൻ ഉണങ്ങാനും, പിന്നെ മരുന്നും ഉണ്ട് കേട്ടോ, അയഡിൻ്റെ ഒരു അയഡിൻ എന്തോ സൊല്യൂഷൻ അങ്ങനെ എന്തോ ഒരു മരുന്നും ഉണ്ടായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഫിസിക്കലി ചെയ്ത ആക്ടിവിറ്റീസ് കാര്യങ്ങൾ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ മെയിൻലി ഞാൻ ഒരേ ഒരു കാര്യമാണ് ചെയ്തത്. അത് പ്രസവരക്ഷ കൊണ്ട് മാത്രമല്ല, അല്ലാതെയും ഞാൻ വീട്ടിൽ അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഈ ചോറിൽ മറ്റേ ചെറിയ ഉള്ളിയും നെയ്യും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചോറിൽ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അത്രയൊരു സുഖമൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനും ഒക്കെ ഒരു മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അധികമൊന്നും കഴിച്ചിട്ടില്ല. ബട്ട് കുറേ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചു. അതല്ലാതെ ഞാൻ കേട്ടിട്ടുള്ളതാട്ടോ ഉലുവ കഞ്ഞിയൊക്കെ കഴിക്കുന്നത്. ഒരു ദിവസം ഒറ്റ തവണ ഞാൻ കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടം, ലൈക്ക് അത് ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ നല്ലതാണ്. ബ്രസ്റ്റ് മിൽക്ക് കൂടാനായാലും കുറച്ച് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു ലിമിറ്റ് വരെ എനിക്ക് കുറച്ചൊക്കെ നമ്മുടെ മൈൻഡിലാണ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ. ബട്ട് സ്റ്റിൽ ഇതെനിക്ക് തോന്നുന്നു സയൻറ്റിഫിക്കലി ഓൾസോ അവർ പറയുന്നതാണ്, ഫെനുഗ്രീക്ക് ആണെന്ന് തോന്നുന്നു, അത് ഹെൽപ്ഫുൾ ആണ് ബോഡിയിലേക്കെന്ന്. അപ്പോൾ അത് ഒരു തവണ ഞാനൊരു എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഒരു തവണ ഉലുവയും ചോറും അടിച്ച് തേങ്ങയൊക്കെ ചിരവിയിട്ട് അങ്ങനെ ഒരു തവണ കഴിച്ചിരുന്നു. അല്ലാതെയുള്ള ഫുഡിൽ പ്രത്യേകിച്ച് ഞാനങ്ങനെ വെറൈറ്റി ആയിട്ട് പ്രസവരക്ഷയുള്ള രീതിയിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നോർമൽ ഫുഡ് തന്നെയാണ് കഴിച്ചത്. ഇത് കൂടാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, ആയുർവേദ പാക്കേജസ്, ഇത് എനിക്ക് ഫിസിക്കലി എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. ഈസ് ഇറ്റ് റിയലി ഹെൽപ്പിംഗ് പോസ്റ്റ് ഡെലിവറി ഇൻ ഈസി റിക്കവറി എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് റിയലി ഗുഡ്. നമുക്ക് മെൻ്റലി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് വെൽനെസ്, ഒരു റിട്രീറ്റ് പോലെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു പാമ്പറിങ് സെഷനാണ് ബേസിക്കലി. പല പാക്കേജസ് ഉണ്ടാവും, 7 days, 10 days, 14 days, 28 days. അതുപോലെ തന്നെ പല രീതിയിലാണ്. അതായത് ഒന്നല്ലെങ്കിൽ അവരുടെ സർവീസ് വീട്ടിൽ വന്ന് അവർ ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ അവിടെ ചെന്ന് പോയി ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെന്ന് സ്റ്റേ ചെയ്തും ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിസ് ഔട്ട് ആകുന്നു എന്നൊരു സംശയമായപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 months ആയപ്പോഴാണ് ഞാൻ ഈ പാക്കേജ് എടുത്തത്. അതെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം, ഇത് പറഞ്ഞിട്ട് പറയാം. അപ്പം ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സാരഥി ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്നിട്ട് ഞാനൊരു പാക്കേജ് എടുത്തത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനൊരു 10 days പാക്കേജ് ആയിരുന്നു എടുത്തിരുന്നത്. അതിൽ എല്ലാം ഉണ്ടാവും കേട്ടോ. ആക്ച്വലി ഒരു പാക്കേജ് ലിസ്റ്റ് നമ്മൾ വായിക്കുവാണെങ്കിൽ അതിൽ അഭ്യംഗം, ലേപം, ലൈക്ക് ഫുൾ ഓയിൽ മസാജ്, നമുക്ക് ഫേസിലെ ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്, തലയിലും ഒക്കെ. പിന്നെ ചൂട് വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ മേത്തേക്ക് ഒഴിക്കുക. അതിൻ്റെ കോൺസെപ്റ്റ് ഇപ്പോഴും അറിയില്ല. ഈവൻ ഡോക്ടേഴ്സ് ആർ സെയിങ് അത്ര തിളപ്പിച്ച വെള്ളത്തിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ബട്ട് എന്താ പറയുക, ഒരു സുഖം, ചിലർക്ക് സുഖം. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ചൂട്. ഒരു ലിമിറ്റുള്ള ചൂടിൽ ഒഴിച്ചാൽ മതിയാവും. അപ്പം അങ്ങനെ നമുക്ക് അവിടെ ഒരു റെസ്റ്റ് ചെയ്യാൻ ഒരു ചിൽ വൈബായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു സെറ്റപ്പും നല്ല രസമായിരുന്നു. ആ ഏരിയയും പ്രോപ്പർട്ടിയൊക്കെ ആയിട്ടും നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ പോയി. അവിടെ ആയിരുന്നു വാവേനെ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അധികം ദൂരെ പോകുന്ന പ്രശ്നമില്ല, പോയി വരാം എന്നൊരു പ്ലാനിലായിരുന്നു. ഫസ്റ്റ് ഡേ പോയിട്ട് ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല സുഖമാട്ടോ, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല ഉറക്കം വരും. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു വയറുവേദന, പീരിയഡ്സിൻ്റെ പോലത്തെ വേദന. അപ്പോൾ എനിക്ക് തോന്നി, ഓ മൈ ഗോഡ്, ഇത് ചെറിയ ബ്ലഡ് സ്പോട്ട്സ് പോലെയും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഇതൊക്കെ ഒരു സുഖത്തിന് ചെയ്യുന്നതല്ലേ, അപ്പം പീരിയഡ്സ് വയറുവേദനയിൽ കഷ്ടപ്പെട്ട് അവിടെ ചെന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആൻഡ് ഓൾസോ അവർ ചെയ്യുമില്ല, എനിക്ക് തോന്നുന്നു 4-5 days അവർ ചെയ്യുമില്ല. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. ഒരു ദിവസം പോയുള്ളൂ, വി ക്യാൻ കണ്ടിന്യൂ ബാക്കി പീരിയഡ്സിൻ്റെ കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് ഡേ ഇല്ല, പീരിയഡ്സ് ആയില്ല. 3rd day പീരിയഡ്സ് ആയില്ല. അപ്പോഴേക്കും ഒരു 3-4 ദിവസം ഇങ്ങനെ കടന്നുപോയി. ഞാനിങ്ങനെ ആവോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ആയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റും പോയി.
പിന്നെ എനിക്കങ്ങനെ പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ട, ഇനി സർവീസ് വേണ്ട. അപ്പോൾ ഞാനൊരു പെർ ഡേ പേയ്മെൻറ്റ് ചെയ്തിട്ട് അറൗണ്ട് 2500 ആയിരുന്നു പെർ ഡേ എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അത് ഞാൻ പേ ചെയ്തു. അങ്ങനെ ഞാൻ അതും നിർത്തി. അപ്പോൾ അങ്ങനേതായിട്ടുള്ള ആയുർവേദ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, അതുകൊണ്ടാണ് ബോഡി റിക്കവർ ആയത് അങ്ങനെയൊന്നുമില്ല. ഇഫ് യുവർ ബോഡി ഈസ് കേപ്പബിൾ ഓഫ് ബർത്തിങ് എ ഹ്യൂമൻ, ദെൻ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് റിക്കവറിങ് ഇറ്റ് സെൽഫ്. അപ്പോൾ അത് ചെയ്തത് കൊണ്ട് മാത്രം എന്താ നന്നാവും അങ്ങനെയൊന്നുമില്ല. ബട്ട് നമുക്ക് പേഴ്സണലി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് കഷ്ടപ്പാടും എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ഡെലിവറി ഓൾസോ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സുഖമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആയുർവേദിക് ബെനിഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ ബോഡിയിൽ, ഐ ഡോണ്ട് നോ. ബട്ട് മെയിൻലി എനിക്ക് തോന്നുന്നു നമ്മൾ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ മെയിൻലി ഫോക്കസ് ഓൺ ദ ഫുഡ്. കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചാൽ ബേബിക്ക് അത് നന്നാവും, ഹെൽപ്ഫുൾ ആയിരിക്കും. ദാറ്റ് ഈസ് ദ റീസൺ. പിന്നെ എനിക്ക് മടിയും അങ്ങനെ കാരണങ്ങളും കൊണ്ടിട്ടാണ് ഞാൻ പോവാഞ്ഞത്. ബട്ട് ഇഫ് യു ഗോയിങ് എഹെഡ്, ഞാൻ ഇതൊരു എഗൻസ്റ്റ് പോവരുത് ചെയ്യരുതെന്നല്ല കേട്ടോ പറയുന്നത്. ബട്ട് എനിക്കതുകൊണ്ട് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണിത്. പിന്നെ ഞാൻ പറഞ്ഞു തന്നത് എന്തുകൊണ്ടാണ് 2 മാസം. ആക്ച്വലി ഫസ്റ്റ് റീസൺ ഞാനൊരു 2 മാസം 2.5 മാസം കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് വാസ് മെയിൻലി ഞങ്ങളുടെ വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളെന്നെ കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഓൾറെഡി ഒരു പ്രസവരക്ഷയുടെ ഞാനത് ഒരു പാക്കേജ് എടുത്തൊരു ഹോസ്പിറ്റലിൽ പോയില്ല എന്നേ ഉള്ളൂ. ബട്ട് ബേസിക് ആയിട്ടുള്ള കുളിക്കൽ കാര്യങ്ങളെല്ലാം ചേച്ചി എനിക്ക് ചെയ്തു തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഓൾറെഡി ഐ വാസ് ഫീലിംഗ് ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി എന്തായാലും ചേച്ചി ഇവിടെ ഉണ്ട്, വീട്ടിലൊരാളുള്ളപ്പോൾ നമ്മൾ ആളെ ഇവിടെ വെച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് സർവീസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ചേച്ചി പോട്ടെ, ഇപ്പോൾ ഒരു 38 days അങ്ങനെ പോയി. രണ്ടാമത് എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് ഈവൻ ഇഫ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പ്രഗ്നൻസി കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻലി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നിരുന്നു, സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്കൊരു 2-3 ദിവസം ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ രാത്രി ഒരു ദിവസം ഭയങ്കര ഗ്യാസ് ട്രബിളായിട്ട് ഞാൻ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അവർ ഡ്രിപ്പൊക്കെ ഇട്ടു. ബട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടും എനിക്കത് ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ കൺസൾട്ട് ചെയ്ത ഹോസ്പിറ്റൽ കിൻഡർ ഹോസ്പിറ്റലാണല്ലോ, അതിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ കിൻഡർ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക് മധുജ മാമിൻ്റെ അടുത്ത്. അവർ നേരെ ലേബർ റൂമിൽ കൊണ്ടുപോയി ഒബ്സർവേഷനിൽ വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ വിസിബിളി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബേബി ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബേബി വരും, കൊണ്ടുതരും. നമുക്ക് ലേബർ റൂമിൽ നമ്മൾ മാത്രമാണല്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേബീനെ കൊണ്ടുവരിക, ഫീഡ് ചെയ്യിക്കുക, തിരിച്ചു പോവുക, അങ്ങനെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ലൈക്ക് ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് തന്നു. ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഫോർ മീ. എനിക്ക് സ്റ്റിൽ വയറുവേദന, ഭയങ്കര ഗ്യാസ് ട്രബിൾ, ഫീവറും വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്ലി അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡോസ് കുറച്ചുകൂടെ കൂട്ടി. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ, മെഡിക്കലി എനിക്ക് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ബെറ്റർ ആയപ്പോഴാണ് പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ 2 days ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. മെയിൻലി ഫുഡ് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പ്രഗ്നൻസി ടൈമിൽ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആകെ ഉണ്ടായിരുന്ന ഒരു കോംപ്ലിക്കേഷൻ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടിട്ടും എന്താ പറയുക, നമുക്കങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ടൊന്നും കഴിക്കാനോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടും എനിക്കെന്തെങ്കിലും തരുമ്പോൾ തന്നെ ഞാൻ വേണ്ട ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടിട്ടും എനിക്കങ്ങനെ കുറച്ച് നാളത്തേക്ക് കുറേ നാളെടുത്തു ആക്ച്വലി. അതൊരു ഇറ്റ്സ് ട്രൂ ദാറ്റ് എനിക്ക് തോന്നുന്നു മേ ബി നമുക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ലോ ആവുമെന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ശരിയാണോ മേ ബി, ബിക്കോസ് എനിക്കത് ഫുഡ് ഒന്ന് പ്രോപ്പറായി കഴിക്കാൻ പിന്നെ ഒരു 2 weeks ഒക്കെ എടുത്തു മര്യാദയ്ക്ക് നോർമലി ബാക്ക് ടു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു റീസണും കൊണ്ടിട്ടാണ്, ഈ 2 കാരണം കൊണ്ടിട്ടാണ് മെയിൻലി ഞാൻ ആയുർവേദ പാക്കേജ് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ അത് ലേറ്റായി ബട്ട് എഗെയിൻ ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ ഫോമോ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബിക്കോസ് എന്നോട് ചുറ്റുമുള്ള ഒരുപാട് പേര് പറഞ്ഞു നല്ലതായിരുന്നു, അതെടുത്താൽ നല്ലതാണ്. അപ്പം അങ്ങനെ പോയതാണ്. ബട്ട് അതും പല കാരണങ്ങൾ കൊണ്ട് ആസ് ഐ സെഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ
പ്രസവരക്ഷ വീഡിയോ ചെയ്യാഞ്ഞത്. ബിക്കോസ് ഞാൻ അങ്ങനെ വലുതായിട്ടുള്ള പ്രസവരക്ഷ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് മെയിൻലി എനിക്കും പറയാനുള്ളത്, ഫസ്റ്റ് തിങ് ഫുഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മെയിൻലി ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക. ഡോക്ടേഴ്സിനെ എപ്പോൾ കൺസൾട്ട് ചെയ്യാൻ പോയാലും അവർ ഒരേ ഒരു കാര്യം പറയുള്ളൂ, ഡ്രിങ്ക് വാട്ടർ, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഫീഡ് ചെയ്യുന്നതിന് ആക്ച്വലി എനിക്ക് ചില സമയത്ത് ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ഭയങ്കര ഒരു തലകറക്കൊക്കെ പോലെ തോന്നിയിരുന്നു. സോ ആസ് സൂൺ ആസ് ഐ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് വാട്ടർ റൈറ്റ് ബിഫോർ ഫീഡ്, അത് ഭയങ്കരമായിട്ട് ചേഞ്ചായി. നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നല്ല വെള്ളം കുടിക്കുക, കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കുക. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു എനിക്ക്. നല്ലോണം വെള്ളം കുടിക്കുക, നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോക്ടേഴ്സ് തന്നെ കാൽഷ്യം, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുക. അപ്പോൾ അതൊക്കെ മെയിൻ ബേസിക് കാര്യങ്ങൾ ചെയ്യുക. ഫുഡ് നല്ലോണം കഴിക്കുക. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകം ഡിഫറെൻ്റ് ആയിട്ടൊന്നും കഴിക്കാൻ തോന്നില്ലേ, കഴിക്കുന്നത് കൂടുതൽ വെജിറ്റബിൾസ്, അങ്ങനെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ആസ് ഐ സെഡ്, നിങ്ങൾക്കൊരു വെൽനെസ്, ഒരു മെൻ്റലി ഒരു സുഖം, ഫിസിക്കലിയും സുഖമാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ അതിനും വേണ്ടിയിട്ടും ലൈക്ക് യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ എൻ്റെ ഒരു പ്രസവരക്ഷ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായി ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.